മറ്റുള്ള പാർട്ടികളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുക തെരഞ്ഞെടുപ്പ് കാലത്താണ്. CPM-ന്റെ ഒരു മുൻ MLA ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നതേയുള്ളൂ. ഇപ്പോഴിതാ മുൻ ദേവികുളം MLA S രാജേന്ദ്രൻ BJP-യിൽ ചേർന്നിരിക്കുന്നു. രണ്ടുപേർക്കും കഴിഞ്ഞ തവണ സീറ്റ് ലഭിച്ചില്ലായിരുന്നു. പുതിയ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണത്തിൽ കുറെ കാലമായി പാർട്ടി നടപടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില്ലറക്കാരനല്ല S രാജേന്ദ്രൻ. ഐഷ പോറ്റിയെപ്പോലെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും 3 തവണ MLA-യുമായിരുന്നു. പിന്നെ അല്ല സഹോ, നീ പൊരിക്കടാ. വിശ്വാസം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ദീർഘകാലമായി തുടർന്നു ചെല്ലാൻ കഴിയാത്ത മനോഭാവം, മാനസികമായ പ്രയാസങ്ങൾ അതിലുണ്ട്. നേതൃത്വം കൈയാളുന്നത് വിവരമില്ലാത്തവരാണെന്ന് അവൻ പറഞ്ഞതിന്റെ അർത്ഥം ആശാൻ മണ്ടനാണെന്നല്ലടാ. അയാൾ കാലങ്ങളായി ഞങ്ങളുടെ കൂടെ ഇല്ല, ഞങ്ങളുടെ പാർട്ടിയിലില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നടപടിയെടുത്ത് പണ്ടേ കളഞ്ഞതാണ്. അയാൾ പാർട്ടിയായി ഒരു ബന്ധവുമില്ല. അയാൾ എവിടെ പോയി കയറിയാൽ ഞങ്ങൾക്ക് എന്നാ? അത് പിന്നെ അവൻ അഹങ്കാരിയാണ് ആശാനെ. ഒറ്റയ്ക്കല്ല, കുറേ സാമൂഹിക പ്രവർത്തകരും ഒപ്പമുള്ളവരും കൂടി ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും പുതിയ ഒരു പ്രവേശനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് പ്ലാന്റേഷൻ മേഖലയാകട്ടെ, ഇടുക്കി ജില്ലയുടെ പ്രശ്നങ്ങളാവട്ടെ, ഏത് കൊമ്പം വന്നാൽ ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. പരിഹരിക്കുവാനുള്ള ഒരു ശേഷി, ഒരു ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ആവശ്യം എന്ന് കണക്കാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് BJP-യുടെ അധ്യക്ഷനെ വന്ന് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി സംസാരിക്കുകയും രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാവും എന്ന് പറയുന്നതിൻ്റെ ഭാഗമായും പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടന്നത്. അയാൾ എവിടെയാലും പോയി കറങ്ങുന്നു, ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ കൂടെ ഇല്ല. എവിടെങ്കിലും പോയി തോലട്ടെ ശാപം. അയാൾ BJP പോവോ ചെകുത്താൻ്റെ കൂടെ പോയാലും ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും. പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് കയ്യും കെട്ടി കുലം കുത്തികളെ വെച്ച് പൊറപ്പിക്കുന്നത് എൻ്റെ ശൈലിയല്ല. പാർട്ടി മാറുന്നവരോട് മുമ്പത്തെ പോലെ കടുത്ത ശത്രുതയൊന്നുമില്ല CPM-ന് ഇപ്പോൾ. വെടിവെക്കാൻ പോലും മടിക്കാത്ത മണിയാശാൻ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് മാത്രം പറയുന്നു. കൂടെ കുറേ ശാപവചനങ്ങളും. ഞാൻ പലപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു ഉപദ്രവിക്കരുത് എന്ന്. മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. വേട്ടയാടുകയും അവഹേളിക്കുകയും ചെയ്യുന്നു എന്നുള്ള വാചകങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പലതും സഹിച്ചിട്ടുണ്ട്. അയാൾ പിന്നെ ഭയങ്കര ദ്രോഹിച്ചല്ലോ. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കി, MLA ആക്കി, എത്ര പ്രാവശ്യം MLA ആക്കിയ ഭയങ്കര ദ്രോഹമാണ് ചെയ്തത്. ജീവിതകാലം മുഴുവൻ അയക്കും പെൻഷൻ. അയാൾ ചത്ത് കഴിഞ്ഞാൽ പൊണ്ടാറ്റിയുണ്ടെങ്കിൽ അവർക്കും പെൻഷൻ. ഇതെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വാങ്ങിച്ച് നന്നായി തിന്നട്ടെ. അയാൾ എവിടെ പോയി കയറിയാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. മുതലാളിമാര് വിളമ്പി തന്നാലേ നീ കഴിക്കത്തുള്ളൂ അല്ലേ? അതെ, അങ്ങനെ ശീലായി പോയി. ശീലം മാറ്റണ്ട. ഞാനും ഒരു ചെറിയ മുതലാളിയാ. ഞാൻ വിളമ്പിത്തരാം. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നീ കുറെ കാലം ആയിക്കോണല്ലോ. അടിച്ചു കേക്ക്. തൈര്, മീൻകറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുഴച്ചങ്ങടി അടിക്കടാ. നീ തന്നെ ഇരുന്ന് തിന്നണം. തീർച്ചയായും ആരെയും പ്രസ്ഥാനങ്ങളിൽ നിന്നോ മറ്റോ എവിടെന്നെങ്കിലും അടർത്തി പോകണമെന്നുള്ള ആഗ്രഹമില്ല. അയാൾ പാർട്ടി മര്യാദ പാലിച്ചില്ല, അതുകൊണ്ട് കളഞ്ഞു. ഇനി അയാളുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നാൽ ഞങ്ങൾ തീർത്ത് കിട്ടിയാലും വല്ല ഒന്നും ചെയ്തില്ലല്ലോ. അത് പോയതിൻ്റെ ഉള്ളി പുറത്ത്. മേലിൽ നിന്റെ മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയത് മല്ലയ്ക്ക് സ്തുതി പറഞ്ഞവന് മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടാ കാട്ടാപ്പള്ളി. ഒരു കാലത്തും സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയത്തിനെ ചതിക്കുകയോ അതിനെതിരെ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ. നീ മര്യാദയോടെ നിൽക്കുമോ? അയ്യോ, ഞാൻ മര്യാദയ്ക്ക് നിൽക്കുന്ന സത്യം. ആ കാട്ടുപുളിയെ ശരിയാക്കാൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ.